ഹലോ ഗൈസ്, ജി ടി എഫ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കും നമ്മുടെ ജി ടി എഫ് എൻ്റെ അടുത്ത വീഡിയോ ഇട്ടാണ് ഗൈസ്. അപ്പോൾ ഇന്ന് വന്നിരിക്കും നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആണ് നമ്മൾ നിറയെ കാറ് മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടോർസോ, ഫെറാറി, സൂപ്ര, ബുഗാട്ടി അങ്ങനത്തെ കാറുകൾ നമ്മൾ ഇന്ന് നിറയെ മോഷ്ടിച്ചാണ് കേട്ടോ ഗൈസ്. അപ്പോൾ സൂപ്ര നമ്മൾ മേടിച്ചാൽ മോഷ്ടിച്ചല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ മേടിക്കാനല്ല മോഷ്ടിക്കാൻ കേട്ടോ ഗൈസ് പോകണം. അപ്പോൾ ഇവിടുന്ന് ലെസ്റ്റർ പറഞ്ഞനുസരിച്ച് നല്ല ദൂരമാണ് കേട്ടോ പറഞ്ഞേക്കണേ. നമ്മുടെ നല്ല കാശ് കൊണ്ടല്ലോ, പൂത്ത കാശാണ്. ജ്വല്ലറി വേസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വന്ന ആളല്ലേ നമ്മൾ. ഫോട്ടോ ഇട്ടിട്ട് പോട്ടി താലിലേക്ക് പിടിക്കൂട്ടെ എനിക്ക്. വയസ്സ് നിങ്ങൾ എന്തായാലും വീഡിയോ മാക്സിമം ലൈക്ക് അടിക്കുക. ലൊക്കേഷൻ നോർത്ത് എന്ന് പറഞ്ഞു, എനിക്ക് നോർത്ത് സൗത്ത് എന്നറിയാത്ത എൻ്റെ അടുത്ത് നോർത്ത് മേലാണ് കേട്ടോ. ഇവിടെ ടോപ്പിലാണെന്ന് തോന്നുന്നു, ഏതോ അറ്റത്തെ മാപ്പിൻ്റെ എൻഡിങ്ങുള്ള കടയാണെന്ന് പറഞ്ഞു. ഈ കടയെന്ന് തോന്നുന്നു കേട്ടോ, ഈ കടയിൽ ലെസ്റ്റർ പറഞ്ഞെന്ന് തോന്നുന്നു. ഇതന്നെ നമുക്കെന്നാൽ അങ്ങോട്ട് ചെല്ലട്ടെ. നല്ല ദൂരമുണ്ട്, സ്ട്രെയിറ്റ് റോഡ് കൊണ്ട് വേഗം എത്തും എന്നാണ് തോന്നുന്നത് കേട്ടോ. നമുക്ക് ഏതങ്ങോട്ട് ചെല്ലാം. ഏതാ കാരണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ കാറ് മോഷ്ടിക്കാനാണ് കേട്ടോ പോണേ. അപ്പോൾ ഷോറൂമിൻ്റെ അവിടെ എത്തിയിട്ട് അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവിടെ കാറ് നൈസായിട്ട് പാർക്ക് ചെയ്യാം. നമ്മൾ കാറ് മോഷ്ടിക്കുമ്പോഴേ നമ്മുടെ വണ്ടി ഏതാണെന്ന് ആരും അറിയണ്ട, അതാണ് നല്ലത്. നമ്മുടെ കാർ അവിടെ ഏതോ മഞ്ഞ കാറാണ് ലെസ്റ്റർ പറഞ്ഞത് കേട്ടോ ഗൈസ്. ഈ ഷോറൂമിൽ നമ്മൾ ബുഗാട്ടി മോഷ്ടിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യട്ടെ ഗൈസ്. ഓക്കെ, ഗൈസ് അതാണ് ഗൈസ് നമ്മുടെ കാർ. ഇവിടെ ആരും ഇല്ല എന്ന് ഉറപ്പ് വരുത്താട്ടോ. ഇവിടെ ആരും ഇല്ല. നമുക്ക് നല്ല നൈസായിട്ട് ആ കാർ പോയിട്ട് എടുക്കട്ടെ. ഇവിടെ നിറയെ കാറ് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇതാ ബ്ലാക്ക്, റെഡ് കാറൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏതോ ബില്യണർ ഓർഡർ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ഗൈസ്. നമുക്ക് നല്ല നൈസായിട്ട് എടുക്കുക. താഴെ ലൈറ്റൊക്കെ ഉണ്ട് ഗൈസ്. ലുക്കൊക്കെ ഗൈസ് തിളങ്ങണു, മഞ്ഞ കളർ കിടിലം കയറട്ടോ. കിടിലൻ ലുക്ക് ഗൈസ്. അതൊക്കെ അകത്തേക്ക് കയറട്ടെ. അകത്ത് എന്താന്ന് നോക്കട്ടെ ആദ്യം. എക്സോസ്റ്റൊക്കെ നോക്ക് ഗൈസ്. എക്സോസ്റ്റ് കിടില എക്സോസ്റ്റ് നോക്ക് ഗൈസ്. ലുക്കുണ്ട് അതിൻ്റെ എല്ലാ കാറും നമ്മൾ പുതിയതായി മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പാട്ടുണ്ടാവും കേട്ടോ. അത് ഓഫ് ചെയ്യണമായിരിക്കും നമുക്ക് നല്ലത്. ലുക്ക് നല്ല ഇതൊക്കെ ഉണ്ട് ടേസ്റ്റ്. തിരിക്കാനൊക്കെ ഭയങ്കര എളുപ്പം, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇതാണ് ടേസ്റ്റ്. ഈ ഷോറൂം നമ്മുടെ കൊണ്ടുപോയി പാർക്കാണ്. മുന്നിൽ തന്നെ ഉണ്ട് പെട്രോൾ പമ്പ്. അപ്പം ഇതാണ് ഷോറൂം. അവിടെ CCTV ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇൻ്റർനാഷണൽ ഷോറൂമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ അപ്പം പോലീസ് വരും. ഇതിൻ്റെ ഓണർ എപ്പോൾ വരുന്നു അപ്പം നമ്മളെ പോലീസ് പിടിക്കും കേട്ടോ. കാറ് കണ്ടില്ലെങ്കിൽ പക്ക സീനാവും. നമുക്കിത് എയർപോർട്ടിലേക്ക് കൊണ്ടുപോയിട്ടേ അവിടെ നിന്ന് ചുറ്റി കളിക്കാം. അപ്പോൾ ഇത് ആരുടെ കാറാണ്, ഇതിൻ്റെ ഉടമസ്ഥ വന്ന പോലീസിനെ വിളിക്കുന്നുള്ള ആരും ഉറപ്പാട്ടോ ഗൈസ്. നമുക്ക് ഇവിടുന്ന് എയർപോർട്ടിലേക്ക് എത്തുള്ളൂ. ഒരു മാപ്പ് മുഴുവനും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് എയർപോർട്ട് എത്താൻ. ഇവിടുന്ന് ഇതൊക്കെ കടന്ന് നമ്മുടെ വീട് ഇവിടെ കേട്ടോ. എൻ്റെ അമ്മ ഗൈസ് ദൂരം നോക്ക്. ഒരു മാപ്പ് മുഴുവൻ നമ്മൾ കാർ ഓടിച്ച് കിടക്കണം കേട്ടോ. അത് ഈ കാറ് കൊണ്ട് നമ്മൾ കിടക്കാൻ പോകട്ടോ ഗൈസ്. എപ്പോൾ എത്താണാവോട്ടോ. കിട്ടുന്ന ഇവിടെ ആ മല കണ്ട ഗൈസ്. ഇതാണ് ടോളസ്റ്റ് മൗണ്ടൻ തോന്നുന്നു GTFയിൽ. അങ്ങനെ കേട്ടോ തോന്നിക്കാറിനൂടെ. ഓക്കെ, വണ്ടി ക്രോസ് ചെയ്യാൻ നോക്കിയെന്നാൽ ഇന്നൊന്നും എടുക്കില്ല വണ്ടി. തിരിക്കാനൊക്കെ ഭയങ്കര ഈസി കേട്ടോ ഗൈസ്. എല്ലാ റേസിങ് കാറിനും ഡിജിറ്റലാ ഗൈസ്. സൈഡിലുണ്ടോ ഗൈസ് ഡിജിറ്റലാട്ടോ. മറ്റേ കാറിലൊക്കെ സ്പീഡോമീറ്റർ അങ്ങനത്തെ സാധനങ്ങളത് അവിടെ മെക്ലാറെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ റേസിങ് കാറിലും ഞാൻ പറയാൻ എല്ലാ റേസിങ് പുറകിലുണ്ടോ ഗൈസ്. എല്ലാ റേസിങ് കാറിലും ഇങ്ങനെ സാധനം പൊന്തി വരും കേട്ടോ. ഇത് മറ്റേ സ്റ്റോപ്പ് ബ്രേക്ക് കിട്ടാനുള്ളതെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാറ്, കിട്ടില്ല കളറൊക്കെ. സ്പീഡൊക്കെ ഗൈസ്. അകത്തെയും പുറത്തത്തെ സ്പീഡ് വേറെയാണ് കേട്ടോ ഗൈസ്. തോന്നുന്നു ഗിയർ മാറ്റാത്തതിൻ്റെ തോന്നുന്നു, അതായിട്ടാണ് തോന്നുന്നത്. സ്പീഡൊക്കെ ഗൈസ് നമ്മൾ 200-ലൊക്കെയാണ് ടൈസ് അടിച്ച് പൊളിച്ചോണ്. ഈ സ്പീഡുള്ള കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ടൈസ്. ഇങ്ങനത്തെ റോട്ടിലൊക്കെ ഓടിക്കാൻ രസമാണ്. എങ്ങാനും എവിടെയും പോയിട്ട് വണ്ടി ഇടിച്ച സീനാവും കേട്ടോ. വണ്ടി ഇടിക്കാണ്ടിരിക്കട്ടെ. ബൈക്കാരനൊക്കെ കാണണ്ട. ബൈക്കാരനെ ഒറ്റ തട്ട് കെട്ടിയാൽ മതി, പറന്നു പോര്. സ്കൂട്ടർ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ടേസ്റ്റ് നമ്മൾ പോകാൻ. ടണലിൻ്റെ ഉള്ളിൽ നമ്മുടെ കാറൊക്കെ നിയോൺ ലൈറ്റ്സൊക്കെ ഉണ്ടോ താഴെ.
ഓ തിളങ്ങുന്നുണ്ട്. ഏതാ ലുക്ക് നോക്ക്. ടണലിലുള്ളതൊക്കെ വേറെ കളറായി. ഇവിടെ നല്ല ദൂരം ഗൈസ് എയർപോർട്ടിലേക്ക്. ഇന്നൊന്നും എത്തില്ല, നമുക്ക് വേഗം ചെല്ലാം. ഓക്കെ, നമ്മളിത് എയർപോർട്ടിൻ്റെ അവിടെ നമ്മൾ നിറയെ കാലത്തിന് ശേഷം എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. എൻ്റെ അമ്മക്ക് എന്തായാലും പോലീസുകാർ കാണിച്ചു കൊടുക്കാം. പോലീസ് എങ്ങനെയുണ്ട്? പോലീസുകാരൊന്നും പറയുന്നില്ല കേട്ടോ ഗൈസ്. കഴിഞ്ഞ വട്ടം നമ്മൾ ഫെറാറി കൊണ്ടപ്പോൾ പോലീസുകാർ നൈസ് കാറെന്ന് പറഞ്ഞിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അവർ പറയുന്നില്ല ഗൈസ്, ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നു. നമുക്ക് എന്തായാലും എൻട്രി ഏത് വഴിയാണെന്ന് എനിക്കറിയാം. അവിടുത്തെ വഴിയൊക്കെ ഗൈസ്. ഇവിടെ ഇല്ലല്ലോ, അവിടെ ഓ ഡ്രിഫ്റ്റ് ചെയ്യണുണ്ടോ ഗൈസ്? കാർ ഡ്രിഫ്റ്റ് ഇവന്മാരെ കൊണ്ടുപോയി തോറ്റു. ഇവിടെ ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. നമുക്ക് എയർപോർട്ടിനകത്ത് പോയിട്ട് ഡ്രിഫ്റ്റ് അടിക്കാം ഗൈസ്. ഓ ഇതാണ് കേട്ടോ എയർപോർട്ട്. ഫ്ലൈ US. മേലിൽ ടവറൊക്കെ ഗൈസ്. ഏതാല്ലേ ഇതാണ് കേട്ടോ ഗൈസ് എൻട്രി. ഇത് നൈസായിട്ട് വീഴാണ്ട് പോവാം. പുറകേക്ക് അടിച്ചിട്ടേ കറക്റ്റായിട്ട്. പോലീസുകാർ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പണി തന്നിട്ട് പോകണം. ഇപ്പം പണി തരാട്ടോ നിങ്ങൾക്കുള്ളത്. ആ പോലീസുകാർ പുറക്കുണ്ടാവും, അതിനെ പിടിച്ചു കൊടുത്താൽ മതിയെന്ന് ഗൈസ്. അവന്മാർ നമ്മൾ ഇടിച്ചിട്ട് പോകണു ഗൈസ്. കൊള്ളനെ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയൊക്കെ ഇടിച്ച് പൊട്ടിക്കണം. നമുക്കിന്നെ ഈ വഴി അറിയാം കേട്ടോ. അതായത് ഗേറ്റ് അടിച്ചു പൊളിച്ചാൽ മതി. തുറക്കാനൊന്നും പോകണില്ല. ഇപ്പോൾ പോലീസ് വരും. പോലീസ് വന്നു. പോലീസുകാരെ വാടാ, നിങ്ങൾക്കുള്ള പണി ഞാൻ തരാം ഗൈസ്. ഇതിൻ്റെ ഉടമസ്ഥൻ എവിടെയാണ് എനിക്ക് അറിഞ്ഞൂടാ, ആരാന്ന് പറഞ്ഞൂടാ. കിട്ടേണ്ട ഒന്നും ആൾക്ക് കിട്ടിയിട്ടില്ല, നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഹെലികോപ്റ്ററൊക്കെ അപ്പം തന്നെ വന്നു കേട്ടോ. അത് സ്പീഡൊക്കെ ഗൈസ് ഫുൾ സ്പീഡ്. നോർമൽ സ്പീഡ് എന്ന് പറയുമ്പോൾ 243 കേട്ടോ നോർമൽ സ്പീഡ്. ടോട്ടൽ സ്പീഡ് എത്ര എനിക്ക് അറിഞ്ഞൂടാ. ഇത് എയർപോർട്ട് റോഡ് കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ബ്രേക്ക് ഇട്ടേ. ഇതൊന്ന് നോക്കി നോക്കട്ടെ കേട്ടോ. എന്താ പോലീസുകാരെ പിടിക്കാൻ പറ്റുമോ നമുക്ക്? അല്ല, നമുക്ക് ഡ്രിഫ്റ്റ് അടിച്ച് നോക്കട്ടെ. ഇവിടുന്ന് ഡ്രിഫ്റ്റ് അടിക്കുമ്പോൾ എന്തുണ്ടാവും നോക്കട്ടെ. പോലീസുകാരെ കൊണ്ട് അടുത്ത ആൾ കാര്യം എളുപ്പമായില്ലോ. എന്താ പിടിക്കാൻ പറ്റുമോ നോക്കുക? ഞങ്ങളെ അവർ നമ്മളൊപ്പം തിരിയണോ ഗൈസ്? ഏതായാലും അവർ നമ്മളൊപ്പം തിരിയണു. പോലീസുകാരൊന്നും ഡ്രിഫ്റ്റ് അടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. പോലീസുകാരവിടെ വെറുതെ കറങ്ങിക്കൂടി നിന്ന് ചാടാനുള്ളതാ. എന്തുകൊണ്ടാണ് ചോദിച്ചത്? എന്തൊക്കെ ഏറാളാണ് പ്ലെയിൻ്റെ അകത്തേക്ക്. കൊള്ളാട്ടെ. ഇവിടെ ഡ്രിഫ്റ്റ് അടിക്കാൻ നല്ല രസമുണ്ട്, നല്ല സ്പേസും ഉണ്ട്. പോലീസുകാരൊക്കെ എവിടെയാണോ ഗൈസ്? നിങ്ങളെ എംബ്ലം കണ്ടോ ഗൈസ്? തോറിൻ്റെ ഹാമറിലുള്ള എംബ്ലം നമ്മൾ ഡ്രിഫ്റ്റ് അടിച്ച് വന്നപ്പോൾ. ഏതോ നോക്ക്. നമ്മുടെ കാറ് ഡ്രിഫ്റ്റ് അത്ര ഗൈസ് കുഴപ്പമൊന്നുമില്ല. ഡ്രിഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്, അത്ര അധികം ഇല്ല എന്നുള്ളൂ ഗൈസ്. നമ്മുടെ സുപ്രേൻ്റെ അത്ര ഒന്നും ഡ്രിഫ്റ്റേ ഇല്ല ഗൈസ്. സൂപ്പറൊക്കെ ഡ്രിഫ്റ്റ് ചെയ്യണണ്ട വേറെ ലെവലാട്ടോ. കാണാത്തവർ ചെക്കൗട്ട് ചെയ്യാം. നമ്മൾ കറങ്ങി തിരിഞ്ഞു കേട്ടോ. അവിടെ എന്തത് പ്രൈവറ്റ് എയർപ്ലെയിനാ? നമ്മുടെ മേലിൽ കയറാൻ നോക്കട്ടെ കേട്ടോ. വാടാ എന്തുട്ട് ഇങ്ങനെ എന്തോടെ എത്ര ഷോ ഇങ്ങനെ തല വെട്ടെടുക്കട്ടെ ഗൈസ്. അല്ല അവനെ തീർത്തുണ്ട് കേട്ടോ. അവനെ പ്ലെയിൻ നിർത്താൻ പറ്റില്ല. അല്ല നമ്മളോട് കളി. പോലീസുകാരനെ വെടിക്കെട്ടാണ് ഗൈസ്. ഇവിടെ പോലീസുകാർ നിറച്ച് വരും കേട്ടോ. 3 സ്റ്റാർ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നല്ല ശരിക്കും 3 സ്റ്റാർ നിറയെ വരേണ്ടതാ. സ്പീഡൊക്കെ 250 അവസാനത്തെട്ടാണ് 255 മാക്സ് സ്പീഡ്. മാക്സ് എത്രയെന്ന് അറിഞ്ഞു. ഇതിങ്ങനെ സ്ട്രൈറ്റ് റോണിൽ പൊക്കോണ്ടേ ഇരിക്കും. ഇത് എയർപോർട്ടിൽ അത്ര ഇതല്ല, അതുകൊണ്ടാണ് ഗൈസ്. എവിടെടാ പോലീസുകാരെവിടെ? വാടാ പോലീസുകാരെവിടെ ഗൈസ്? പോലീസുകാരൊക്കെ എവിടെ? അവർ നമ്മളെ കാണാൻ പോലില്ല കേട്ടോ. ഓക്കെ, കുറച്ച് പോലീസുകാരുള്ള 1 2 3 4 5 6 ഹെലികോപ്റ്ററൊക്കെ അവിടെ. ഹെലികോപ്റ്ററും ചായ പിടിക്കാൻ പോയി നിന്ന്. ഏതാ നോക്ക് ഗൈസ്. ഇവിടെ 1 2 നിറയെ പോലീസുകാർ വരും കേട്ടോ ഗൈസ്. ഇങ്ങനെ പോയാൽ നിറയെ വരുന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാ 3 സ്റ്റാർ മിന്നണമില്ല. ഇത് മിന്നില്ല കേട്ടോ ഗൈസ്. നമ്മൾ എയർപോർട്ടിലായതുകൊണ്ടേ
സത്യം പറഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് എൻട്രൻസ് ഇല്ല ഗൈസ്. നമ്മളൊരിക്കലും എയർപോർട്ടിലേക്ക് വരാൻ പാടില്ല ഗൈസ്. ഈ സാധനം കണ്ടേ, ഈ കാറിൻ്റെ അവിടെ അല്ല പ്ലെയിനിൻ്റെ ഇപ്പുറത്ത് ഒരു എയിം പോലത്തെ സൈഡിൽ ജനവാലിൻ്റെ അവിടെ എന്ന് പറയുമ്പോൾ ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ക്രിമിനൽസിനെ കൊണ്ടുപോകാമെന്ന് തോന്നുന്നു. അതാണ് ഒരു എയിം പോലെ അവിടെ കാട്ടിയേക്കണത്. ഹെലികോപ്റ്ററൊക്കെ അപ്പുറത്തെ പറമ്പിലേക്ക് പോയിക്കാട്ടെ ഗൈസ്. ഹെലികോപ്റ്റർ നമ്മളെ കാണുന്നില്ല തോന്നുന്നു. ഹെലികോപ്റ്റർ അവിടെ വെറുതെ കാറ്റ് കൊണ്ടിരിക്കുക. നമ്മളിവിടെ ഉണ്ടെന്ന് പോലും ഹെലികോപ്റ്ററിന് അറിഞ്ഞൂടെ. ഹെലികോപ്റ്ററൊക്കെ അവിടെ പോലീസുകാരനാണ്. ഈ കാരണമാണ് സ്പീഡ് നോക്കട്ടെ കേട്ടോ. ഓ പോലീസ് വന്ന് വട പോലീസുകാരൊക്കെ പുറകില് നമ്മളെ കാണുന്ന പോലും ഇല്ല ഗൈസ്. പക്ഷെ പോലീസുകാർ നല്ല സ്പീഡ് ഗൈസ്. സൂപ്പറിൻ്റെ നോർമൽ സ്പീഡുണ്ട് പോലീസുകാരന്. എൻ്റെ അമ്മ ഡ്രിഫ്റ്റോ ഗൈസ്. ഓ നമ്മൾ ഇത്ര ഡ്രിഫ്റ്റ് ചെയ്ത എനിക്ക് വണ്ടി പൊട്ടിയ ഭാഗ്യം. ഇപ്പം എല്ലാ വണ്ടി ഇങ്ങനെ കേട്ടോ. ഓട്ടോ റിപ്പയറാ എന്തോ മോഡൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓ നമ്മുടെ സന്ധ്യ പറയട്ടെ ഗൈസ്. വണ്ടിയുടെ സ്പീഡും ആരെങ്കിലും ഉണ്ടോ നമ്മളെ വെല്ലാൻ. വാടാ വാ പോലീസുകാർ വാ. പോലീസുകാരെ എയർപോർട്ടിൽ പോലീസുകാരത്തെ സ്ട്രിക്റ്റ് ഒന്നുമല്ല ട്രൈസ്. മണ്ടന്മാരാണ്, വലിയ ഗുണമൊന്നും ഇല്ലാത്തവർ ഗൈസ്. നമുക്ക് മൊത്തപ്പാടെ പണി കിട്ടിയിട്ട് ഗൈസ്. നമ്മൾ ഒരു പോലീസുകാരൻ മടിച്ചപ്പോൾ ആ കാറ് പൊട്ടിത്തെറിച്ചു ഗൈസ്. അപ്പോൾ തൊട്ട് 5 സ്റ്റാറാണ് ഗൈസ്. നമ്മൾ പെട്ടിരിക്കട്ടെ ഗൈസ്. അയ്യോ ബ്രേക്കും കിട്ടില്ല. തിരിക്കി പക്ഷേ ഗൈസ് അയ്യോ ഗൈസ് നമ്മുടെ ടയർ മറക്കിട്ട് വെടിച്ചുകൊണ്ട് കാണട്ടെ ഗൈസ്. ഇങ്ങനെ നമ്മുടെ ടയർ പഞ്ചറാവട്ടെ. എൻ്റെ അമ്മ ടയർ പഞ്ചറായി തോന്നുന്നു. ബാലൻസ് കിട്ടുന്നില്ല. അയ്യോ ഗൈസ് 5 സ്റ്റാർ പോലീസാണ് കേട്ടോ. ഹെലികോപ്റ്ററും ആർമിക്കാർ മുഴുവൻ വന്നിട്ടുണ്ട് കേട്ടോ. പെട്ടു നമ്മളിനി ഇറങ്ങി പോരാടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ നടക്കാൻ പോകണമെന്ന് നമുക്കറിയാമല്ലോ. നമ്മൾ എന്തായാലും ചാവും. ഇതാണ് നടക്കാൻ പോകുന്നത് ഗൈസ്. എൻ്റെ അമ്മ നമ്മൾ എവിടേക്ക് ചെല്ലണം. അയ്യോ പോലീസ് ഗൈസ്. എവിടെ പോയാലും പോലീസാണ് കേട്ടോ. ഏത് റൂട്ട് പോയാലും ഫുള്ള് പോലീസാണ്. എന്താ നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാൻ പറ്റണോ? ഫുള്ളെന്ന് വെച്ചാൽ ഫുള്ള് 1 2 3 4 5 6 7 8 ഹെലികോപ്റ്ററൊക്കെ നിറച്ച് വന്നിട്ടുണ്ട് കേട്ടോ. 2 ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാ അടുത്ത പോലീസ്. എവിടെ പോയാലും പോലീസാണ് കേട്ടോ ഗൈസ്. നമ്മൾ പോലീസ് നമ്മുടെ എതിരെ വരുന്നത് നമ്മൾ ഒറ്റ കാര്യമാണ് ഗൈസ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ സൈഡിൽ കൂടെയാണ് പോകണമെങ്കിൽ പോലീസ് നമ്മുടെ തേടിയിട്ട് ഈ സൈഡിലേക്ക് വരും. അപ്പോൾ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം പോകാൻ ഗൈസ്. ഇതാണ് ഒറ്റ വഴി ഗൈസ്. ഇങ്ങനെ തന്നെ റിപ്പീറ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് ഗൈസ്. ഇവർ നേരെ തലക്കിട്ട് വെടിക്കണം. ഒരുത്ത ചത്തുണ്ടാവും. ഇതാ താഴിക്കുന്നു. ഓ അവൻ വീണാണ് നല്ല രസമാണ് ഗൈസ്. ഓ തിരികെ ആകപ്പാടെ പെട്ട അവസ്ഥയാണ് കേട്ടോ. അടുത്ത ഓർമ്മിക്കരുത്. എന്തോന്നടേ ഇത്? സ്പൈഡർമാനാ വണ്ടീൻ്റെ മേലൊക്കെ ഇരുന്നിട്ട് ഒരുത്തം കഴിഞ്ഞു. ഇവനെ കൂടി തീർത്താൽ മതി. അവനവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവന്മാർ സൈഡിലൊക്കെ നിന്നിട്ട് ഏതാ നോക്ക്. ഫുള്ള് പോലീസ് ഗൈസ്. പോലീസ് എതിരെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് മിക്കവാറും പണി കിട്ടാൻ ചാൻസ്. ഓപ്പോസിറ്റ് സൈഡ് എടുത്താൽ മതി ഗൈസ്. ഉണ്ട് സിമ്പിൾ. നിറച്ച് പോലീസുകാരാണ് ഗൈസ്. നമ്മൾ സത്യം പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ് ഇവിടെ. അതാ മേലൊക്കെ ഹെലികോപ്റ്റർ വന്നേക്കണു. എനിക്ക് തോന്നുന്നത് ആ കാറ് പൊട്ടിച്ചപ്പോൾ സീനായി തോന്നുന്നത്. നമ്മൾ ഇത്ര നേരം പോലീസിനെ കൊന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് 3 സ്റ്റാറിൽ നിന്ന് നമ്മൾ പോലീസുകാരെ കൊന്നപ്പോൾ 5 സ്റ്റാറായി ഗൈസ്. ഓഫ് രാത്രി ആവാറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വണ്ടി ഭംഗിയുണ്ട് ഗൈസ്. ഭംഗിയൊക്കെ കണ്ടപ്പോൾ പോലീസുകാരൊക്കെ വരുന്നുണ്ട്. നിറച്ച് പോലീസ്. നിങ്ങൾക്ക് മാപ്പിൽ നോക്കി മനസ്സിലാവും. ഓഫ് നമ്മുടെ സിറ്റി അറ്റത്ത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.